ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് 6ലെ ദ ബുക്ക് ഓഫ് നേച്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. ജവഹർലാൽ നെഹ്റൂസ് ദ ബുക്ക് ഓഫ് നേച്ചർ പ്രസൻറ്റ്സ് എ സിമ്പിൾ യെറ്റ് പ്രൊഫൗണ്ട് മെസ്സേജ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഒബ്സർവിംഗ് ആൻഡ് ലേണിംഗ് ഫ്രം ദി നാച്ചുറൽ വേൾഡ്. ജവഹർലാൽ നെഹ്റു എഴുതിയിട്ടുള്ള ദ ബുക്ക് ഓഫ് നേച്ചർ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ഒബ്സർവിംഗ് ആൻഡ് ലേണിംഗ് ഫ്രം ദി നാച്ചുറൽ വേൾഡ്. നമ്മുടെ ചുറ്റുമുള്ള നാച്ചുറലായിട്ടുള്ള വേൾഡിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് നിരീക്ഷിക്കുകയും അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ ജവഹർലാൽ നെഹ്റു നമുക്ക് കാണിച്ചു തരുന്നത്. ദിസ് ചാപ്റ്റർ ഈസ് അബൌട്ട് എ ലെറ്റർ ഫ്രം നെഹ്റു ടു ഇന്ദിരാഗാന്ധി വെൻ ഹി വാസ് ഇൻ അലഹബാദ്. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു തൻ്റെ 12 വയസ്സ് മാത്രം പ്രായമുള്ള മകൾ ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ ഒരു കത്താണ്. ഈ കത്ത് എഴുതുമ്പം ജവഹർലാൽ നെഹ്റു അലഹബാദിലും ഇന്ദിരാഗാന്ധി മസൂറിയിലുമായിരുന്നു. നെഹ്റു wrote a series of letters in which he told her the story of how and when the earth was made. നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് ഒരു സീരീസ് ഓഫ് ലെറ്റർ എഴുതുന്നുണ്ട്, കുറച്ചധികം ലെറ്റേഴ്സ് എഴുതുന്നുണ്ട്. അതിൽ നിന്നൊരു ലെറ്റർ മാത്രമാണ് നമ്മുടെ ഈ ബുക്ക് ഓഫ് നേച്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ലെറ്ററിൽ എന്താണ് പറയുന്നത്? ഹി ടോൾഡ് ഹർ ദ സ്റ്റോറി ഓഫ് ഹൗ ആൻഡ് വെൻ ദ എർത്ത് വാസ് മെയ്ഡ്. ഭൂമി എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യമാണ് ഈ ലെറ്ററിലൂടെ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആൻഡ് ഹൗ ഹ്യൂമൻ ആൻഡ് ആനിമൽ ലൈഫ് ബിഗാൻ ആൻഡ് ഹൗ സൊസൈറ്റീസ് ഇവോൾവ്ഡ് ഓൾ ഓവർ ദി വേൾഡ്. അതുപോലെ തന്നെ ഭൂമിയിൽ എങ്ങനെ മനുഷ്യരും ജീവജാലങ്ങളും ഒക്കെ ലൈഫ്, അതായത് ജീവിതം തുടങ്ങി എന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെ സൊസൈറ്റീസ് ലോകമെമ്പാടും ഉണ്ടായി എന്നുള്ള കാര്യമാണ് ഈ ഒരു ലെറ്ററിലൂടെ കൺവേ ചെയ്യുന്നത്. Before human beings started their life on earth, there was a lot of things that happened on the earth. ഭൂമിയിൽ മനുഷ്യർ ജീവിതം തുടങ്ങുന്നതിന് മുന്നേ, അതായത് ഭൂമിയിൽ മനുഷ്യർ താമസിക്കുന്നതിൻ്റെ മുന്നേ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. He writes in his letter that he can write very little. നെഹ്റു പറയാണ്, എനിക്ക് ഈ കത്ത് എഴുതുമ്പം വളരെ കുറച്ച് മാത്രമേ എഴുതാൻ സാധിക്കുള്ളൂ. കാരണം എന്താണ്, നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് അധികം സംസാരിക്കാൻ പറ്റുള്ളൂ. കത്താകുമ്പോൾ നമുക്ക് ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ബട്ട് വാട്ട് എവർ ഹി റൈറ്റ്സ് വിൽ ബി ഇനഫ് ഫോർ പീപ്പിൾ ടു ഫൈൻഡ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദി അതർ സ്റ്റോറീസ് ഓർ നോവൽസ് ദാറ്റ് മേ വൺ ഹാവ് റെഡ്. പക്ഷേ നെഹ്റു പറയാണ്, ഞാൻ ഈ എഴുതുന്ന കാര്യം എന്തായാലും ഒരാൾ ജീവിതത്തിൽ വായിച്ചിട്ടുള്ള നോവലിനേക്കാളും അല്ലെങ്കിൽ മറ്റ് ബുക്കുകളെക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ആയിരിക്കും എന്ന്. ബട്ട് സിൻസ് ദർ വർ നോ ബുക്സ് റിട്ടൺ ഡ്യൂറിങ് ദി ഓൾഡ് ഡേയ്സ്. പണ്ട് കാലങ്ങളിൽ മനുഷ്യർ ഭൂമിയിലെത്തുന്നതിൻ്റെ മുന്നേ ബുക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മനുഷ്യരാണല്ലോ ബുക്ക് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യർ ഭൂമിയിൽ ഇല്ലാത്തതിൻ്റെ മുന്നേ ബുക്കുകളും ഉണ്ടായിരുന്നില്ല. ദ റോക്സ് ആൻഡ് മൗണ്ടെയ്ൻസ് ആൻഡ് ദ സീസ് ആൻഡ് ദ സ്റ്റാർസ് ആൻഡ് റിവേഴ്സ് ആൻഡ് ഡെസേർട്സ് ആൻഡ് ഫോസിൽസ് ഓഫ് ദ ഓൾഡ് ആനിമൽസ് വെർ ദർ ടു ടെൽ ദ എർത്ത്സ് ഏർലി സ്റ്റോറീസ്. അപ്പോൾ ആ പണ്ട് കാലങ്ങളിൽ മനുഷ്യരില്ലാതിരുന്ന അല്ലെങ്കിൽ ബുക്കുകൾ ഇല്ലാതിരുന്ന ആ സമയത്ത് ആരൊക്കെയാണ് കഥകൾ പറഞ്ഞിരുന്നത്? ദ റോക്സ് ആൻഡ് മൗണ്ടെയ്ൻസ്, കല്ലുകളും അതുപോലെ തന്നെ വലിയ പർവ്വതങ്ങളും, ആൻഡ് ദ സീസ് ആൻഡ് ദ സ്റ്റാർസ്, അതുപോലെ തന്നെ സമുദ്രങ്ങളും നക്ഷത്രങ്ങളും, ആൻഡ് റിവേഴ്സ് ആൻഡ് ഡെസേർട്സ്, പുഴകളും മരുഭൂമികളും, ആൻഡ് ഫോസിൽസ് ഓഫ് ഓൾഡ് ആനിമൽസ്, പഴയ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളും, ആർ ദർ ടു ടെൽ ദ എർത്ത്സ് ഏർലി സ്റ്റോറീസ്, ഭൂമിയുടെ മുന്നത്തെ അതായത് പണ്ട് കാലങ്ങളിലെ കഥ പറഞ്ഞിരുന്നത് ഇവയെല്ലാമാണ്. ദ റിയൽ വേ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് സ്റ്റോറി ഈസ് നോട്ട് മിയർലി ടു റീഡ് അബൌട്ട് ഇൻ അതർ പീപ്പിൾസ് ബുക്സ്. പക്ഷേ ഇതിൻ്റെയൊക്കെ കഥകൾ അറിയണമെങ്കിൽ മറ്റുള്ളവർ എഴുതിയിട്ടുള്ള ബുക്കുകളൊന്നും വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെ നമുക്ക് മനസ്സിലാവാൻ പറ്റുക? ബട്ട് ഗോ ടു ദ ഗ്രേറ്റ് ബുക്ക് ഓഫ് നേച്ചർ ഇറ്റ് സെൽഫ്. പക്ഷേ നമുക്ക് ഒരു കാര്യം നോക്കിയാൽ മനസ്സിലാവും. എന്ത്? നമ്മുടെ ചുറ്റുമുള്ള നേച്ചറിലേക്ക് നമ്മൾ നോക്കിയാൽ അല്ലെങ്കിൽ നേച്ചറിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് വെറുതെ ബുക്കുകളിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതിനപ്പുറം നമുക്ക് നാച്ചുറൽ ഇറങ്ങിച്ചെന്നാൽ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് നെഹ്റു ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു കൊടുക്കുന്നത്. ഹി സേസ് എ സ്റ്റോറി ഓഫ് എ ഷൈനി പെബിൾ. അങ്ങനെ നെഹ്റു ഇന്ദിരയ്ക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തിൻ്റെ കഥ? സ്റ്റോറി ഓഫ് എ ഷൈനി പെബിൾ. ഷൈനി പെബിൾ എന്ന് പറഞ്ഞാൽ ഒരു കല്ല്. എങ്ങനത്തെ കല്ല്? നല്ല തിളങ്ങുന്ന നല്ല മിനുസമുള്ള സോഫ്റ്റായിട്ടുള്ളൊരു കല്ലിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കല്ല് എങ്ങനെ ആ മിനുസമുള്ള രീതിയിൽ രൂപപ്പെട്ടു എന്നുള്ള കഥയാണ്. വൺസ് ഇറ്റ് വാസ് എ സ്മോൾ ബിറ്റ് ഫ്രം എ ബിഗ് റോക്ക് വിത്ത് റഫ് സർഫേസ്. ഒരിക്കൽ ആ കല്ല് എന്തായിരുന്നു? ഒരു വലിയ കല്ലിൽ നിന്നും ഉണ്ടായി വന്ന ഒരു ചെറിയ കല്ലാണ്.
പക്ഷേ അതിന് അന്നേരം ആ ഉണ്ടായി വന്ന സമയത്ത് അതിന് സ്മൂത്തായിട്ടുള്ള അല്ലെങ്കിൽ മിനുസമുള്ള രീതിയിലുള്ള സർഫസ് ആയിരുന്നില്ല. ഭയങ്കര പരുത്ത വക്കുകളും സർഫസും ഒക്കെ ആയിരുന്നു. ദ റെയിൻ വാഷ്ഡ് ഇറ്റ് ഡൗൺ ടു ദ സ്ട്രീം ആൻഡ് റിവേഴ്സ്. അങ്ങനെ മലമുകളിൽ കിടന്ന ആ കല്ലിന് മഴ വന്നിട്ട് താഴെയുള്ള സ്ട്രീം അരുവികളിലേക്കും അതുപോലെ തന്നെ റിവേഴ്സ് പുഴയിലേക്കും കൊണ്ടുപോവുകയാണ്. ബൈ റോളിംഗ് ആൻഡ് റോളിംഗ് ദ റഫ് സർഫസ് വാസ് സ്മൂത്തൻഡ്. അങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുമ്പോൾ, റോളിംഗ് ആൻഡ് റോളിംഗ് മീൻസ് ഉരുണ്ടുരുണ്ട് പോവുക. അങ്ങനെ പോകുമ്പം ആ റഫ് സർഫസ്, അതായത് സ്മൂത്ത് അല്ലാത്ത ആ സർഫസൊക്കെ ഉരുണ്ടുരുണ്ട് പോകുന്നതിൻ്റെ ഫലമായിട്ട് സ്മൂത്തായിട്ട് പോവാണ്. ആൻഡ് ബിക്കം എ ഷൈനി പെബിൾ. അങ്ങനെ അതൊരു ഷൈനി തിളങ്ങുന്ന ഒരു പെബിളായിട്ട് മാറുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഷൈനി ആയിട്ടുള്ള പെബിൾ ഉണ്ടായിരിക്കുന്നത്. ലൈക്ക് ദിസ് വി ക്യാൻ ലേൺ മെനി തിങ്സ് ഫ്രം നേച്ചർ. അതുപോലെ തന്നെ നേച്ചറിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്നാണ് നെഹ്റു പറയുന്നത്. ഹി സേസ് ടു ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും അതുപോലെ തന്നെ ആൻഡ് ടു ലവ് നേച്ചർ, പ്രകൃതിയെ സ്നേഹിക്കാനും ഒക്കെയാണ് ഈ ചാപ്റ്ററിലൂടെ നെഹ്റു നമുക്ക് തരുന്നൊരു മെസ്സേജ്. Hope you understood it. Thank you.